നമസ്കാരം. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആ ഒരു മരണം, അനസ്തേഷ്യയ്ക്ക് ശേഷം രോഗി മരിച്ചു എന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്തകളെ ഉണർത്തേണ്ടുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായും 2 ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ട് ഇതും കടന്നുപോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം മറന്നുപോകുന്ന അനേകം വാർത്തകളിലൊന്നായി മാത്രം ഇത് പരിഗണിക്കപ്പെടും. എന്നാൽ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് സംഭവിക്കുമെന്ന് ഏകദേശം എല്ലാ പേഷ്യൻറ്റിനെക്കുറിച്ചും നമ്മൾ വിചാരിക്കേണ്ടുന്ന ഒരു കേസാണെന്ന് ഓരോ സർജറി തീരുമാനിക്കുമ്പോഴും നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരു സർജറി തീരുമാനിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പേഷ്യൻറ്റും ഡോക്ടറും ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ടുന്നത്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വളരെ വലിയ അച്ചീവ്മെൻ്റ് നടത്തി എന്നൊക്കെ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ ഒരു ബിസിനസ് പൊളിഞ്ഞ് നശിച്ചുപോയി എന്ന് കേൾക്കാറുണ്ട്. അതൊക്കെ പോലെ തന്നെയാണ് ഒരു ദിവസം ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ മരിച്ചുപോയി എന്ന് കേൾക്കുന്നത്. പലപ്പോഴും നമുക്ക് ലക്ഷ്യങ്ങളുണ്ടാവും. വ്യക്തമായ ലക്ഷ്യബോധമുള്ള മനുഷ്യർ വിജയിക്കുമെന്ന് തെറ്റായൊരു ധാരണയും നമുക്കുണ്ട്. ഒളിമ്പിക്സിൽ പരാജയപ്പെടുന്ന ബഹുഭൂരിഷം ആൾക്കാരും ലക്ഷ്യബോധമുള്ളവരാണ്. അവരെല്ലാം ഒളിമ്പിക്സ് വിജയിക്കണമെന്ന് കരുതി തന്നെ ലക്ഷ്യത്തോടെ വന്നവരാണ്. നമ്മൾ പലപ്പോഴും വിജയിച്ചവരുടെ ചരിത്രങ്ങളെ നോക്കാറുണ്ട്, പരാജയപ്പെട്ടവരുടെ ചരിത്രം നോക്കാൻ മറന്നു പോകാറുണ്ട്. ഒരു ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടാവുക, എല്ലാവർക്കും ലക്ഷ്യബോധം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഓരോ കുഞ്ഞ് ആക്ടിവിറ്റീസിൽ കൂടെ പെട്ടെന്നൊന്നും റിസൾട്ട് കാണാൻ കഴിയാത്ത ഓരോ കുഞ്ഞ് പെരുമാറ്റങ്ങളിൽ കൂടെ വിജയത്തിലേക്കൊരു ശീലമുണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. മറന്നുപോകാൻ പാടില്ലാത്ത വിധത്തിൽ ആ ശീലങ്ങളെ ഒരു ജീവിതത്തിൽ കൂടെ കൊണ്ടുനടന്നിട്ടുണ്ടാവും. ഓരോ സർജറിയും തീരുമാനിച്ചതിന് ശേഷം ആ പേഷ്യൻറ്റിനെ അനസ്തേഷ്യ കൺസൾട്ടേഷന് വിധേയമാക്കുകയും അത്യാവശ്യം വേണ്ടുന്ന ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയവും ശ്വാസകോശവും ഒക്കെ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിർത്തിവെക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കേഷൻസ്, നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യുന്ന വിധത്തിലുള്ള മെഡിക്കേഷൻസ്, എല്ലാ മനുഷ്യരുടെയും ശരീരം ആ രീതിയിൽ സ്വീകരിച്ച് പൂർണ്ണ തോതിൽ തിരിച്ചു വരാനുള്ള അവസ്ഥയിലായിരിക്കണമെന്നില്ല. ആ അവസ്ഥയാണോ അല്ലയോ എന്ന് ഓരോ സർജറിക്ക് മുമ്പും നമ്മുടെ ഓരോ ഹോസ്പിറ്റലിലും ഇത് വിശദമായി പരിശോധിച്ചിട്ടാണ് അനസ്തേഷ്യയിലേക്ക് പോകേണ്ടത്. എങ്ങനെയാണ് ഈ അബദ്ധങ്ങൾ പറ്റി ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഡോക്ടർമാരല്ല ഇതിൻ്റെ പുറകിലുള്ളത്. ഇത് ചില ശീലങ്ങളുടെ പ്രശ്നമാണ്. കുഴപ്പമില്ല, അദ്ദേഹത്തെ കണ്ടാൽ ആരോഗ്യമുണ്ട്, മുമ്പോട്ട് പോകാം. നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ കൃത്യതയോടുകൂടി ചെയ്ത് അല്പസമയം അധികം ചിലവാക്കി കൃത്യതയോടെ ചെയ്തു പോകുന്ന ജീവിത ശൈലികളുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതെ, പ്രൊഫഷണൽ ലൈഫിലും അതെ. ആ ജീവിത ശൈലികളെ മുറുകെ പിടിച്ച് ജീവിത അവസാനം വരെ പ്രൊഫഷണലി സക്സസ്ഫുള്ളായി പോയ മനുഷ്യരെ കാണാം നമുക്ക്. അവരെക്കുറിച്ച് പറയുമ്പോൾ വളരെ സക്സസ്ഫുള്ളായവരെന്ന് പറയുമ്പോൾ നമ്മൾ അവർ ജീവിതത്തെ അതിനു വേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട്. അനുദിനം കൃത്യതയോടുകൂടി അല്പാൽപമായി ചേർത്ത് വെച്ചെടുത്ത പുരോഗതി അവരുടെ പ്രവർത്തനങ്ങളിലുണ്ട്. ഇഗ്നറൻസ് ആണ് പലപ്പോഴും ഈ വക പ്രശ്നങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്.
മുൻപ് സിഗരറ്റ് വലിച്ചിരുന്ന ഒരാൾ സിഗരറ്റ് വലിക്കണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷം ഒരു സുഹൃത്ത് ഒരു സിഗരറ്റ് വെച്ച് നീട്ടുമ്പോൾ എനിക്ക് വേണ്ട, ഞാൻ വലി നിർത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന മെസ്സേജ് അല്ല മറ്റൊരാൾ സിഗരറ്റ് വലി നിർത്താൻ തീരുമാനിച്ചിട്ട് സുഹൃത്ത് സിഗരറ്റ് വെച്ച് നീട്ടുമ്പോൾ ഞാൻ സിഗരറ്റ് വലി നിർത്തിയ ആളാണ്, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നിർത്താൻ ശ്രമം മാത്രമാണ് ആദ്യത്തെ കേസിലുള്ളത്. രണ്ടാമത്തെ കേസിൽ നിർത്തി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. സോ നമുക്ക് ഓരോ പേഷ്യൻറ്റിനോടും കെയറുണ്ട്. അവരോട് എത്രമാത്രം സ്നേഹമുണ്ട് നമുക്ക്. സ്നേഹപൂർവ്വം നൽകുന്ന ഒരു കെയർ തീർച്ചയായും അവരുടെ ആരോഗ്യത്തിൻ്റെ എല്ലാ മേഖലയും പരിശോധിക്കപ്പെട്ടാണ് ഒരു സർജറിയിലേക്ക് നീങ്ങുക. നമ്മുടെ ഓരോ ഹോസ്പിറ്റൽ, അത് സർക്കാർ ആശുപത്രിയായാലും പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിലും, ഒരു മരണം നടന്നു കഴിയുമ്പോൾ അത് കാർഡിയാക് അറസ്റ്റാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ശരിയാണ്, അങ്ങനെ തന്നെയാണ് സയൻറ്റിഫിക്കലി ആ മരണത്തെ ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് നയിച്ച നമ്മളുടെ പല മരുന്നുകളും ആ രോഗിക്ക് താങ്ങാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ശീലം അറ്റോമിക് ഹാബിറ്റായി നമ്മളിൽ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെയും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ അനസ്തെറ്റിക് ചെക്ക് ലിസ്റ്റും അനസ്തെറ്റിക് കൺസൾട്ടേഷനും ഒക്കെ ഒരു സർജറിയായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രോംപ്റ്റഡ് ആണ്. അതിനുശേഷവും നമ്മളത് ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ശീലത്തെ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഓരോ മനുഷ്യജീവനും ഒരു കുടുംബത്തിൻ്റെ താങ്ങായി തണലായി നിൽക്കുന്ന മനുഷ്യരാണ്. സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഒരു വ്യക്തിയല്ല, ഒരു സമൂഹത്തിനാണ് നഷ്ടം വരുന്നത്. സോ നമ്മളുടെ ശീലങ്ങളെ നമുക്ക് വളരെ കൃത്യതയോടുകൂടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒരു വിജയത്തിലേക്കുള്ളതാക്കി മാറ്റാം. ഇനി നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ഓരോ പ്രൊസീജിയറിനും കൃത്യമായ പ്രോട്ടോക്കോൾ നമ്മുടെ ഹോസ്പിറ്റലുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ആ പ്രോട്ടോക്കോൾ പാലിച്ച് തന്നെയാണ് പോകുന്നതെന്ന് വെരിഫൈ ചെയ്യുന്നത് നമ്മുടെ ശീലമാക്കി മാറ്റാം. താങ്ക് യു.